കഥാനായകൻ സിനിമ ഉണ്ടോ നിങ്ങൾ? അതിലൊരു സപ്തതി ആഘോഷമുണ്ട് ഗ്രാൻഡായിട്ടുള്ളത്. അതിനേക്കാളും ഗ്രാൻഡായിട്ടുള്ള ഒരു ശതാഭിഷേകത്തിനാണ് ഞങ്ങൾ ഇന്ന് പോണത്. മിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകം. അതായത് 84-ാം പിറന്നാൾ, 1000 പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുള്ള പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഉണ്ടായിരുന്നത്. അഷ്ടപതിയോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങിയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഇടയ്ക്ക പഞ്ചാരിയാണ് കേട്ടോ. അടിപൊളി പഞ്ചാരി മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്വീകരണമാണ് ഉണ്ടായിരുന്നത്. മേജർ രവിയാണ് പൊന്നാട അണിയിക്കണത്. പിന്നെ മേളപ്രമാണി കുട്ടന്മാരും വിദ്യാധരൻ മാസ്റ്ററും അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഉദ്ഘാടനത്തിന് ശേഷം സുവർണമുദ്ര സമർപ്പണം, കാവ്യോപാഹര സമർപ്പണം, പ്രശസ്തി വസ്ത്ര സമർപ്പണം, പിന്നെ പുസ്തക പ്രകാശനം, എന്തൊക്കെ പരിപാടികളായിരുന്നു എന്നറിയോ. അങ്ങനെ അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിതേ അതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയി. അടിപൊളി വിഭവസമൃദ്ധമായ സദ്യ, പാലടയും പരിപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളി സദ്യ കൊണ്ട് വന്നപ്പോഴേക്കും അടുത്ത പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മന്നൂർ മാധവ ചാക്യാരുടെ വക ചാക്യാർ കൂത്ത്. അപ്പോൾ ചാക്യാർ കൂത്ത് അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു പരിപാടിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്യാർ കൂത്ത് കുറേ നേരം ആസ്വദിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ടില്ല മക്കളെ പരിപാടി. അടുത്തത് ശ്രേയ അമ്രാന്തരിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പഞ്ചാരിമേളം കാണാൻ ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ശതാഭിഷേകം നിങ്ങൾ കൂടിയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത്. അടിപൊളിയായിരുന്നു.